ദിവേഷ, നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പരമാവധി ഗ്യാസ് പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില ടിപ്സ് ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതൊന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി പ്രഷർ കുക്കർ ഉപയോഗിക്കുക എന്നതാണ്. പ്രഷർ കുക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് നഷ്ടമാകാതെ ലാഭിക്കാൻ സാധിക്കുമെന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ മലയാളികൾക്ക് ചോറ് കഴിക്കാതെ ഒരു ദിവസം തള്ളി നീക്കുക എന്നത് കഴിയുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പോൾ ഈ അരി വേവിക്കാനായിട്ട് റൈസ് കുക്കർ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഒരു തിള വന്നതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അരി വേഗം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് റൈസ് കുക്കർ ഉപയോഗിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ധാന്യവർഗ്ഗങ്ങളൊക്കെ വേവിക്കുന്നതിന് മുൻപ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിക്കാൻ വെച്ചാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് അരിയാണെങ്കിലും ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം അരി വേവിക്കാൻ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുവഴി നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ഇനി അടച്ചു വെച്ച് പാചകം ചെയ്യാൻ ഓർമ്മിക്കുക. അടച്ചു വെക്കുന്നത് വഴി ഭക്ഷണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുവഴിയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാത്രങ്ങളുടെ അടിയിലെ കരിയൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത്. ഈ കരി ഇരുന്നാൽ പാത്രം ചൂടാവാൻ കൂടുതൽ സമയമെടുക്കും. അതുവഴി കൂടുതൽ ഗ്യാസ് നഷ്ടമാകും. അതുകൊണ്ട് കരി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പാത്രത്തിന്റെ അടിയിൽ വെള്ളമുള്ളതും ഈർപ്പമുള്ളതും ഒക്കെ പാത്രം ചൂടാവാൻ കൂടുതൽ സമയമെടുക്കാൻ കാരണമാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അരിയൊക്കെ ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം വേവിക്കാൻ വെച്ചാൽ അത് നന്നാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി തിളച്ച് കഴിഞ്ഞാൽ തീ കുറയ്ക്കുക. നമുക്ക് സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീ എപ്പോഴും കൂട്ടിയിട്ട് വേവിക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. പക്ഷേ വെന്ത് കഴിയുമ്പോൾ തീ കുറയ്ക്കാൻ വേണ്ടി നമ്മളത് ശ്രദ്ധിക്കണം. നിലവിലെ ഈ സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. ഇനി അടിവശം പരന്ന പാത്രത്തിൽ പാചകം ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ തീ പുറത്തേക്ക് പോയിട്ട് അതിൽ ഇത് നഷ്ടമായി പോകുന്നു, ഗ്യാസ് നഷ്ടമായി പോകുന്ന ഒരു സാഹചര്യം അത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അടിവശം പരന്ന പാത്രത്തിൽ പാചകം ചെയ്യുക എന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പലപ്പോഴും അറിയാവുന്ന ടിപ്സൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഗ്യാസ് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കുക.